കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ തികച്ചും അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചാക്കോയുടെ കൂടെ പാടാൻ ആരംഭിച്ചത് മേരിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും മേരി കൂടുതൽ ചാക്കോയോട് അടുക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ചാക്കോയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി തുടങ്ങുന്ന മേരി ചാക്കോയുടെ പഴയകാല വിവരങ്ങളെല്ലാം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുവെങ്കിലും കസ്തൂരിയെ ഭയന്നുകൊണ്ട് പൂർണ്ണമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി ചാക്കോ തയ്യാറാകുന്നുമില്ല. പക്ഷേ ചാക്കോയുടെ കൂടെയുള്ള ഓരോ നിമിഷവും മേരിക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാകുന്നു. എന്നാൽ ഇതേ സമയം ചാക്കോ എവിടെയാണ് എന്ന് അറിയാതെ വളരെയധികം വിഷമിക്കുന്ന നീലാംബരി ചാക്കോയെ കണ്ടെത്തുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു തുടങ്ങുകയും ഇനിയും വൈകിയാൽ ചാക്കോയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചിന്ത ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ജിനിയുടെയും ജോമിയുടെയും കാര്യങ്ങളെല്ലാം തനിക്ക് കൃത്യമായി അറിയാം എന്നുള്ള കാര്യം സാന്ദ്ര വ്യക്തമാക്കിയതിനെ തുടർന്ന് ജിനി ജോമിയെ ഫോൺ ചെയ്യുകയും ജോമിയോട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സാന്ദ്ര നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല എന്നും നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരവും അവൾക്ക് കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ജിനി അതുകൊണ്ട് തന്നെ മണ്ടത്തരങ്ങൾ കാണിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന ജോമി കാര്യങ്ങളെല്ലാം ഇനി താൻ നോക്കിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുകയും ഇനിയും മണ്ടനായി ഇങ്ങനെ നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പുതിയൊരു കണ്ടുമുട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ വീട്ടിൽ നിന്ന് ജോലിയുടെ കാര്യങ്ങൾക്കായി തന്റെ സുഹൃത്തിനെ കാണുന്നതിനായി കുര്യച്ചൻ പോവുകയും അതിനിടയിൽ അവിടെയുള്ള ഒരു പള്ളിയുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചാക്കോയെ പാടിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന കസ്തൂരിയുടെ ആളുകളും ആ വഴിക്ക് വരാൻ ഇടയാകുന്നു. ഇതേ തുടർന്ന് ചാക്കോയും അതുപോലെ തന്നെ കുര്യച്ചനും നേർക്കുനേർ വരികയും ചാക്കോയെ കാണുന്ന കുര്യച്ചന് ചാക്കോയെ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. പക്ഷേ കുര്യച്ചന്റെ പ്രസൻസ് മനസ്സിലാക്കുന്ന ചാക്കോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയും താൻ ആന്റണിക്ക് കൊടുത്ത വാക്ക് ഓർമ്മിക്കുകയും അതുപോലെ തന്നെ കസ്തൂരി ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്ന ചാക്കോ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കുര്യച്ചൻ ചാക്കോയെ തിരിച്ചറിയാതെ അവിടെ നിന്ന് മടങ്ങി പോകുന്നു. എന്നാൽ ഇതേ സമയം സണ്ണിയും സേവ്യറും സാന്ദ്രയെ ഒതുക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയും സാന്ദ്രയുടെ അന്വേഷണം നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത് എന്നും അതുകൊണ്ട് തന്നെ സാന്ദ്രയ്ക്ക് മുകളിൽ പ്രഷർ ചെലുത്താതെ യാതൊരു കാര്യവും നടക്കുകയില്ല എന്നും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാനും അവർ തീരുമാനമെടുക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.